നമ്മുടെ മുന്നിലുണ്ട്, എപ്പോഴും സദാസമയമുണ്ട്. നമ്മുടെ ഉൾക്കണ്ണ് തുറന്ന് നമ്മളെ കാണണം. നമ്മളെ നമുക്ക് പുഞ്ചിരിക്കാനും നമ്മുടെ അടുത്ത് കളിക്കാനും നമ്മുടെ കാര്യം ക്ഷേമാന്വേഷണം നടത്താനൊക്കെ നമുക്കിപ്പോൾ ഉണ്ടാവും. പക്ഷേ അതൊന്നേരം എവിടെയോ ഏതോ എടുത്തോട്ട് ഇങ്ങനെ അന്ധകാരം പിടിച്ചെടുത്തോട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അന്ധകാരത്തിലോട്ട് ഇങ്ങനെ ഏതോ എന്തോ ഒരു ഇതിലോട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എൻ്റെ വിളി കാതിൽ മുഴങ്ങുന്നു. എൻ്റെ വിളി അങ്ങനെ തിരിച്ചെൻ്റെ ഭഗവാൻ എനിക്ക് തന്നതാണ്. വെറും ഒരു ഭക്തി ആവരുത്. കാര്യം നേടാൻ വേണ്ടി ഞാൻ ഒരിക്കലും കാര്യം നേടാൻ എൻ്റെ ഭഗവാനെ ഞാൻ വിളിച്ചിട്ടില്ല. സത്യം പറ, ഈ ഇരിക്കുന്ന ഇരിപ്പോലെ പറയാം, ഞാൻ ഒരിക്കൽ പോലും എനിക്കത് സാധിച്ചു തരണേ ഭഗവാനെ, എനിക്കത് തരണേ, ഒന്നും പറയാറില്ല. ജീവിതത്തിൽ മനുഷ്യന് പല ക്ലേശങ്ങളും പല ദുഃഖങ്ങളും പ്രയാസങ്ങളും വരും. അത് എഴുതി വെച്ചിരിക്കുന്നതാണ്. അത് എഴുതി വെച്ചത് നമുക്കൊന്നും മായ്ച്ചു കളയാൻ പറ്റില്ല. അത് അനുഭവിച്ചെങ്കിൽ മാത്രമേ നമ്മളുടെ ഈ ജന്മം പൂർത്തിയാവൂ. അതറിയാവോ? അല്ലാതെ നമ്മളെല്ലാം ജന്മത്തിനെ പഴിച്ചും അല്ലെങ്കിൽ പഴിയായും നമ്മളുടെ പ്രവൃത്തിയാണ്. ഞാൻ എൻ്റെ അനുഭവം പറയാണ്. എൻ്റെ പ്രവൃത്തി, ഞാൻ അധ്വാനിച്ചു, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു, ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ട് എൻ്റെ കഷ്ടപ്പാടുകൾ അറിഞ്ഞ് എൻ്റെ ഭഗവാൻ പലരുടെ മുന്നിലും എന്നെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അവരൊക്കെ നമ്മുടെ ഈശ്വരന്മാര് തന്നെ. അപ്പം ഈശ്വരൻ ഏതെങ്കിലും രൂപത്തിലൊക്കെ നമ്മുടെ ഒപ്പം ഉണ്ടാവും. അത് സംശയമില്ലാത്ത കാര്യമാണ്. അദ്ദേഹം നമുക്ക് തന്നത് നിസ്സാരമായിട്ടുള്ളതൊന്നുമല്ല. നമുക്കിപ്പോൾ കിടക്കടവില്ല, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അതിനുള്ള മാർഗങ്ങളും എല്ലാം എൻ്റെ ഭഗവാൻ ആരെയെങ്കിലും ഒക്കെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. അത് ഏൽപ്പിച്ചതെല്ലാം നടത്തി തരും. എനിക്ക് അതിന് കുറച്ച് വിശ്വാസമുണ്ട്. അത് അങ്ങനെയാണ് അതിന്റെ സത്യം. കാര്യം ഈശ്വരൻ നമുക്കെല്ലാമാണ്. കാരണം ഞാനിത് പറയാൻ കാരണം, ആരും വിശ്വസിക്കത്തില്ല ഞാൻ ഇന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കേണ്ടുന്ന ഒരാളല്ല. ഞാൻ എത്ര പ്രാവശ്യം മരിച്ചെന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? എൻ്റെ ഉള്ളില് മാരകമായ വിഷം ചെന്നിട്ടുണ്ടായിരുന്നു. ഞാനല്ലാതെ ഒരു മനുഷ്യനും ജീവിക്കത്തില്ല. സത്യമായ കാര്യം. അതിന് തെളിവുകളുണ്ട് പല. എൻ്റെ ഭാര്യയ്ക്കറിയാം, എൻ്റെ മകൾക്കറിയാം, പിന്നെ അല്ലാതെ വേറൊരു അമ്മയ്ക്കറിയാം. സത്യം, എൻ്റെ ഉള്ളിലെ ബ്ലഡ് വരെ ശ്രദ്ധിച്ച്, എനിക്ക് തോന്നുന്നത് ലിവറിന്റെ അംശം വരെ എനിക്ക് തോന്നുന്നത് എന്തോ കാപ്പിപ്പൊടികളിൽ കഷ്ണം പോലെ വരെ. കാരണം അതെന്താണെന്നൊക്കെ അതൊക്കെ അവിടെ ഇരിക്കട്ടെ, അതൊക്കെ പിന്നുള്ള കാര്യങ്ങൾ. പക്ഷെ ഈ വിഷം ചെന്നിട്ടും ഞാൻ രാവിലെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഞാൻ വൈകിട്ട് 5 മണി വരെയും ശ്രദ്ധിച്ചു. രക്ഷയില്ല. എൻ്റെ മനസ്സിൽ ധ്യാനിച്ചു ഭഗവാൻ. അങ്ങനെയാണ് അന്നു മുതലാണ് ഞാൻ ശരിക്കും ജലം പ്രാർത്ഥിച്ച് ധ്യാനിച്ച് എന്നെ ഭഗവാൻ എൻ്റെ ഈ ജീവൻ കൊണ്ട് എനിക്ക് ഭഗവാൻ ഒരു സിദ്ധി തരികയാണ് ചെയ്തു. ഒരു സിദ്ധി തരികയാണ് ചെയ്തത്. സ്വയം നീ തന്നെ ജപിച്ചു, തുളസി ചേർത്ത് നീ തന്നെ ജപിച്ചു, നീ തന്നെ കഴിക്കൂ. പക്ഷെ ഇങ്ങനാണെങ്കിലും എനിക്കിത് ഭഗവാന്റെ മുന്നിൽ നിന്ന് തന്നെ കഴിക്കണം. വൈകുന്നേരത്ത് ഈ പുണ്യവെള്ളം കൊടുക്കാറില്ല, ക്ഷേത്രങ്ങളിൽ കൊടുക്കില്ല. പക്ഷേ ഞാൻ അവിടെ ചെന്ന് ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, വൈകുന്നേരത്ത് പുണ്യവെള്ളം തരാറില്ല, പക്ഷെ അങ്ങയുടെ മുന്നിൽ നിന്ന് എനിക്കൊരു തുളസി എങ്കിലും കഴിക്കാൻ വേണം. എൻ്റെ ഔഷധം അത് മതി. അങ്ങനെ ഞാനത് എന്തോ ആണേലും എനിക്കറിയാവുന്ന തിരുമേനിമാരാണ്. ഞാനൊരു തുളസി ചോദിച്ചു, അത് തന്നു, പ്രാർത്ഥിച്ചു, ഞാൻ കഴിച്ചു. ഞാൻ തിരുമേനി, വൈകുന്നേരത്തെ തീർത്ഥം കൊടുക്കാറില്ല എനിക്കറിയാം, പക്ഷെ എനിക്കൊരല്പം, ഒരു കയ്യിലൊരല്പം തീർത്ഥം പോലെ എന്തെങ്കിലും കിട്ടിയാക്കൊള്ളാം. ആനന്ദ തരാലോ എന്ന് പറഞ്ഞ് പുള്ളി പുറത്തു പോയി ഒരു ജലം കൊണ്ടുവന്ന് എൻ്റെ കയ്യിലൊഴിച്ചു തന്നു. ഞാൻ ധ്യാനിച്ചു, ഞാൻ കുടിച്ചു. എൻ്റെ ഭാര്യയുടെ അടുത്ത് ചോദിച്ചു നോക്കുക, ഞാൻ ഇറങ്ങിപ്പോയ ആളാണോ തിരിച്ച് വീട്ടിൽ വന്നത്? ഉന്മേഷവാനായിരുന്നു. എൻ്റെ ഭഗവാൻ എന്നെ രക്ഷപ്പെടുത്തിയത്, ഈശ്വരൻ രക്ഷപ്പെടുത്തി. അതുപോലെ തന്നെ എൻ്റെ ഭാര്യ കൊല്ലത്ത് കുണ്ട്ര LMS എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ, അവിടെ അറിയാം, അവിടെ ഡോക്ടർമാർ നേഴ്സുമാർക്കെല്ലാം അറിയാം. എൻ്റെ ഭാര്യ ഈ ബ്ലഡ് കുറഞ്ഞ് ഇഞ്ചക്ഷൻ എടുത്ത് ബ്ലഡ് കയറ്റി. പക്ഷെ അപ്രതീക്ഷിതമായിട്ടെല്ലാം കഴിഞ്ഞ് ഞാൻ മൂത്രമൊഴിക്കാൻ പോകാന്ന് പറഞ്ഞ് അങ്ങനെ പോകാനായിട്ട് കൊണ്ടുപോയ സമയത്ത് അതിനെ പെട്ടെന്ന് ബോധക്ഷയം വന്നു. അപ്പൊ അത് ഒന്ന് പറഞ്ഞു. കാരണം തീർന്ന്, എല്ലാവരും പേടിച്ചു പോയി. അപ്പൊ എൻ്റെ കൃഷ്ണനെയാണ് ഞാൻ വിളിച്ചത്. എൻ്റെ കൃഷ്ണോന്നും പറഞ്ഞ്, എൻ്റെ കൃഷ്ണ കൈവിടല്ലേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ കൃഷ്ണന്ന് അല്ലറി. ആശുപത്രി താഴെ ഫ്ലോറിലുള്ളവരൊക്കെ ഓടിക്കൂടി വന്നു. എല്ലാവരും, ജനങ്ങൾ ഒരുപാട്. എൻ്റെ വിളി അത്ര കണ്ട് കിടിലം കൊള്ളുന്ന വിളി. എല്ലാവരും പറയുന്നു, ഇങ്ങനൊരു ഒരാളിന്റെ വായിൽ ഇത്രയും സ്വരം എങ്ങനെ വന്നു? എല്ലാവരും ചോദിക്കുമായിരുന്നു, ഇങ്ങനൊരു സ്വരം എങ്ങനെ വന്നു? ഇത്രയും കിടിലം കൊള്ളിക്കുന്ന ശബ്ദം എങ്ങനെ വന്നു? എനിക്കറിയില്ല. അവസാനം എൻ്റെ ഭാര്യ ബോധം തെളിഞ്ഞപ്പോ പറഞ്ഞ വാക്കെന്താ അറിയാ?
കാര്യം വെള്ളവും കുറഞ്ഞിട്ട് അനക്കില്ല. പറഞ്ഞ വാക്കെന്താന്നറിയാം? കൃഷ്ണ മോളെ എന്ന് വിളിക്കുന്നു. ഞാൻ അത് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അന്നേരം എവിടെയോ ഏതോ എടുത്തോട്ട് ഇങ്ങനെ അന്ധകാരം പിടിച്ചെടുത്തോട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അന്ധകാരത്തിലോട്ട് ഇങ്ങനെ ഏതോ എന്തോ ഒരു ഇതിലോട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എൻ്റെ വിളി കാതിൽ മുഴങ്ങുന്നുണ്ട്. എൻ്റെ വിളി അങ്ങനെ തിരിച്ചെന്റെ ഭഗവാൻ എനിക്ക് തന്നതാണ്. ഇതൊക്കെ സത്യമായ കാര്യങ്ങളാണ്. ഇതൊക്കെ പ്രപഞ്ചത്തിലെ സത്യമായ കാര്യമാണ്. പക്ഷെ അന്തരംഗമർത്തി നമ്മൾ ഒന്ന് വിളിച്ചാൽ നമ്മുടെ ഈശ്വരൻ വിളി കേൾക്കും. എൻ്റെ കൃഷ്ണൻ അത്രയ്ക്കും ശക്തിയാണ്. നമ്മുടെ മുന്നിലുണ്ട്, എപ്പോഴും സദാസമയമുണ്ട്. നമ്മുടെ ഉൾക്കണ്ണ് തുറന്ന് നമ്മളെ കാണണം. നമ്മളെ നമുക്ക് പുഞ്ചിരിക്കാനും നമ്മുടെ അടുത്ത് കളിക്കാനും നമ്മുടെ കാര്യം ക്ഷേമാന്വേഷണം നടത്താനൊക്കെ നമുക്കിപ്പോൾ ഉണ്ടാവും. പക്ഷേ വെറും ഒരു ഭക്തി ആവരുത്. കാര്യം നേടാൻ വേണ്ടി ഞാൻ ഒരിക്കലും കാര്യം നേടാൻ എൻ്റെ ഭഗവാനെ ഞാൻ വിളിച്ചിട്ടില്ല. സത്യം പറ, ഈ ഇരിക്കുന്ന ഇരിപ്പോലെ പറയാം, ഞാൻ ഒരിക്കൽ പോലും എനിക്കത് സാധിച്ചു തരണേ ഭഗവാനെ, എനിക്കത് തരണേ ഒന്നും പറയാറില്ല. നമ്മളെ ദ്രോഹിക്കുന്നവരടുത്ത് പോലും ഞാൻ അവരെ ശിക്ഷിക്കണമൊക്കെ പറയാം. കാരണം ശിക്ഷിക്കുന്നവനത് ഈശ്വരനാണ്, അദ്ദേഹത്തിനെ കൊണ്ട് കഴിയും, നമ്മളാളല്ല. അവര് കൊടുക്കുന്ന ശിക്ഷയാവണം യഥാർത്ഥ ശിക്ഷ. കാരണം അതിനെ കട്ടി കൂടുതലുണ്ട്. നമ്മൾ കൊടുത്ത കട്ടി കൂടുതലാവത്തില്ല. അവര് കൊടുക്കണം, ഈശ്വരൻ, നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരൻ കൊടുക്കണം ശിക്ഷ. എങ്കിൽ മാത്രമേ അതൊരു ഗുണപാഠമായി മാറത്തുള്ളൂ, മറ്റുള്ളവർക്ക് അതൊരു മാതൃകയായി മാറത്തുള്ളൂ. നമ്മൾ ശിക്ഷിക്കാൻ നിന്ന കുറച്ച് പള്ളു പറയാൻ കൊള്ളാൻ അതല്ല. അങ്ങനെ എൻ്റെ ഈശ്വരൻ എന്നെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചു. എന്നെ ആ ദൈവ ചൈതന്യം, ആ ഈശ്വരധീനം എന്താണെന്ന് എൻ്റെ ഭാര്യ പ്രസവിക്കുന്ന സമയത്ത് എൻ്റെ ഭാര്യയ്ക്ക് ഇച്ചിരി വിഷമം ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ മനസ്സിൽ എൻ്റെ ധ്യാനത്തിൽ കാണിച്ചു തന്നു എൻ്റെ കുഞ്ഞ് ഏതോ ഒരു കുളത്തിലെ വള്ളിയിൽ കുരുങ്ങി കിടക്കുന്നതായിട്ട്. അന്ന് ആ സമയത്ത് വിദേശത്ത് നിന്ന് ഫോൺ ചെയ്തപ്പോൾ, ഉപാസനയിൽ ഫോൺ ചെയ്തപ്പോൾ അവർ പറയുന്നു മാവള്ളിയിൽ കുഞ്ഞ് കുരുങ്ങി നിൽക്കുകയാണ്, സിസേറിയൻ്റെ ആവശ്യമുള്ളൂ. അപ്പൊ എൻ്റെ ഭഗവാൻ എത്ര വലിയവനാണെന്ന് ചിന്തിച്ചു നോക്ക്. ഒരുപാട് അനുഭവങ്ങൾ ഭഗവാന്റെ അനുഭവങ്ങൾ പറഞ്ഞാൽ നമുക്ക് ഒരു കൊല്ലം പോരാതെ വരും.